15 വയസ്സുള്ള സമയത്ത് അദ്ദേഹം എന്താ പറയുക കോളേജിൽ എവിടെ പഠിപ്പിക്കുക അങ്ങനെ എന്തോ ആണ്. ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ലോക്കൽ ചാനലിൽ പാട്ടുപാടി ചോദ്യം ചോദിക്കുക MCV ആണ് ചാനൽ. അതേ ചാനലിൽ ഞാൻ 5 മണിക്കാണ് കയറണമെന്നുണ്ടെങ്കിൽ 5 to 6 ഞാൻ ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം 4 to 5 ലൈവും കൂടെ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും, അനീഷ് പണ്ടൊരു ആങ്കറും കൂടെ ആയിരുന്നു, ഒരു ലോക്കൽ ചാനലിൽ ആങ്കർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അനീഷിൻ്റെ സ്ട്രാറ്റജീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏറ്റവും അധികം ആൾക്കാർ അനീഷിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാവരുടെയും പോയി ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. നൈസ് പ്ലേ. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അനു ആണെങ്കിലും അനുവൊക്കെ ലൈക്ക് അത്രയും തൊട്ടവാടി കുട്ടിയായിരുന്നു, പക്ഷെ അനുവൊന്നും നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ ഇടപെടുന്നതിനടുത്ത് ഇടപെടുന്നു, അങ്ങനെയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. വരട്ടെ, അതിനൊക്കെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ. അതൊക്കെ പേഴ്സണൽ അല്ലേ. ഞാൻ അതിനൊരു വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് എല്ലായിടും ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ബിഗ് ബോസ് റെഗുലറായിട്ട് കണ്ടിരുന്ന ഒരാളല്ല, ബട്ട് എപ്പോഴും ഫൈനൽ കാണാറുണ്ട് അങ്ങനത്തെ രീതിയിൽ. പക്ഷേ ഇത്തവണ നമ്മുടെ ഡിയർ വൺസ് ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് കാണാനായിട്ട് ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സും ഞാൻ അറ്റ്ലീസ്റ്റ് ഹോട്ട്സ്റ്റാറിലെങ്കിലും കാണാറുണ്ട്. അപ്ഡേറ്റഡ് ആണ് ഞാൻ. നന്നായിട്ട് പോകുന്നുണ്ട്. എന്നെ വിളിച്ചിരുന്നു തൽക്കാലം ഇപ്പോൾ വേണ്ട. കഴിഞ്ഞ വർഷം വിളിച്ചിരുന്നു, ഇത്തവണയും വിളിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ വേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ ഞാനിവിടെ വേണ്ടേ? കുഴപ്പമില്ലാണ്ട് പോകും. അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ബാക്കി ഇനി എന്തൊക്കെ കളികളാണെന്ന് നമുക്ക് പള്ളി അറിയാൻ പറ്റുന്നുള്ളൂ. എന്താണ് ഹലോ, ഇത് ഞാനും ഇങ്ങനെ പറയണോ? ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. നാളെ യൂട്യൂബ് കണ്ടന്റ് കൊടുത്തിട്ട് പോകും. ഇല്ലടാ, ഞാൻ ഇപ്പൊ കറണ്ട് ഇതുവരെയുള്ള തീരുമാനത്തിൽ ഞാൻ വൈകാട് എൻട്രി ആണെന്ന് തോന്നുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ബ്ലെസ്സിങ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഇപ്പം ലൈക്ക് കമ്പനി ഇപ്പം എത്ര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ പോലും അത്രയും വേണ്ടപ്പെട്ടവരോട് ജസ്റ്റ് ഒന്ന് പേഴ്സണലി പറയില്ലേ, അവള് ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ച് അവള് ലൈക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെയായിരുന്നു. അവൾക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്ത് എല്ലാ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഇതായിട്ടാണല്ലോ. അതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഴി എന്തെങ്കിലും കാണും ഓൺ സ്ക്രീൻ. വീടിന്റെ പണിയല്ലേ, നമുക്ക് നോക്കാം. വീടിന്റെ പേരെന്താ? ഇതുവരെ കണ്ടതിൽ എന്താ ഫീൽ ചെയ്ത്? വിശുദ്ധമായിട്ട് സംസാരിക്കണം.